വയനാടിനായി കൈകോർത്ത് യൂത്ത് കോൺഗ്രസ് എറിയാട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വയനാട് ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്ന 30 വീടുകളിലേക്കുള്ള ധനസമാഹരണാർത്ഥം യൂത്ത് കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ ബിരിയാണി ചലഞ്ച് നടത്തി. KPCC വർക്കിംഗ് പ്രസിഡന്റ് മുൻ MP TN പ്രതാപൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ദുരന്തബാധിതർക്ക് വീടുകൾ നൽകുന്നതിലൂടെയും രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളുടെയും പഠന ചെലവ് ഏറ്റെടുത്ത യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം യുവജന സംഘടനകളിൽ തന്നെ ഏറ്റവും മാതൃകാപരമാണെന്ന് TN പ്രതാപൻ പറഞ്ഞു. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിന്റെ സങ്കടങ്ങൾ മാറിയിട്ടില്ല. എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, ഒരാൾ മാത്രമായി അവശേഷിച്ച കുടുംബങ്ങൾ, പൂർണ്ണമായും മനുഷ്യവാസം ഇല്ലാതായ കുടുംബങ്ങൾ, അങ്ങനെ ഒരുപക്ഷെ നമ്മുടെ ഭൂമുഖത്ത് അത്യപൂർവമായി ഉണ്ടായ ദുരന്തമാണ് വയനാടിൻ്റെ ദുരന്തം. ആ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ ജാതി, മത, രാഷ്ട്രീയ, പ്രദേശ വ്യത്യാസമില്ലാതെ ലോകത്തിലെല്ലാവരും കൂടി ഒന്നിച്ച് കൈമുക്കുകയാണ്. അവിടെയാണ് രാഹുൽ ഗാന്ധി പ്രത്യേകം മുൻകൈയെടുത്തുകൊണ്ട് 100 വീടുകളാണ് രാഹുൽ ഗാന്ധി തന്നെ മുൻകൈയെടുത്ത് കോൺഗ്രസ് പാർട്ടിയോട് നിർമ്മിക്കുന്നത്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി 30 വീടുകൾ നിർമ്മിക്കുന്നു. അതേപോലെ തന്നെ അവിടെ പഠനം നഷ്ടപ്പെട്ടവർക്ക്, മറ്റുള്ളവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. ഇതിന് കാസർഗോഡ് മുതൽ പിന്നെ തിരുവനന്തപുരം വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലെയും കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ആളുകളടക്കം വളരെ സജീവമായി തങ്ങളുടെ സ്വന്തം കുടുംബത്തിലുണ്ടായ ദുരന്തം പോലെ ദുരന്തത്തിനെ സഹായിക്കാൻ ഏറ്റെടുത്തു. എറിയാട്ടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയൊക്കെ സഹായത്തോടും പിന്തുണയോടും കൂടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം അടക്കം KSUവിൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോർഡിനേറ്റർ ആസിഫ് ഉൾപ്പെടെ മുഴുവൻ ആളുകളും കൂടി ചേർന്ന് കോൺഗ്രസ് ലീഡേഴ്സിൻ്റെ പിന്തുണയോട് കൂടി ആണ് ഇവിടെ ഒരു ബിരിയാണി ഫെസ്റ്റ് നടത്തുന്നത്. 1000-ഓളം ബിരിയാണികളാണെന്ന് എറിയാട് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ സുമനസ്സുകൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്നു. ഇതിൽ നിന്ന് സ്വരൂപിക്കുന്ന പണം യൂത്ത് കോൺഗ്രസിൻ്റെ 30 വീടുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടും. ഇതിനെ പിന്തുണച്ച ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും, പ്രത്യേകിച്ചും മലബാറിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എന്ന നിലയിൽ കൂടി പ്രത്യേകമായ അവരോടുള്ള ഹൃദയപരമായ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും ഇതിന് രാഷ്ട്രീയമില്ലാതെ നേതൃത്വം കൊടുക്കും. ഈ എറിയാട്ടെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസ് ഉൾപ്പെടെ ഇവിടെയുള്ള മുഴുവൻ ആളുകളും പ്രത്യേകമായ സൗഹൃദവും സ്നേഹവും അറിയിക്കണം. മാധ്യമങ്ങൾ ഈ പ്രയാസങ്ങൾക്കിടയിൽ ആളുകളെ സഹായിക്കാൻ വേണ്ടി ഏറ്റവും പ്രചോദനം കൊടുത്തത് മാധ്യമങ്ങളാണ്. അവരുടെ പ്രത്യേകമായൊരു സൗഹൃദം പങ്കുവയ്ക്കുന്നു. നമ്മുടെ മുന്നിൽ ഇനി ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ. നമ്മൾ സ്വന്തം കുടുംബാംഗങ്ങൾക്കുണ്ടായ ദുരന്തം പോലെ ഈ ദുരന്തത്തെ കാണണം. ഈ വിഷയം കാണുന്ന ആളുകൾ നിങ്ങളെ മനസ്സിലാക്കറിയാവുന്ന സഹായങ്ങൾ, അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ അല്ലെങ്കിൽ KPCCയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ ഏതിലേക്കായാലും വിരോധമില്ല. നിങ്ങളുടെ സഹായങ്ങൾ നൽകണമെന്ന് കൂടി ഇതിനെക്കൂടെ അപേക്ഷിക്കുന്നു. എറിയാട് മണ്ഡലം പ്രസിഡന്റ് PS ഷുഹൈബ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം, KSU സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അഫ്സൽ, വൈസ് പ്രസിഡന്റ് ഇസഹാഖ് ഹുസൈൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PB മൊയ്തു, കോൺഗ്രസ് നേതാക്കളായ PS മുജീബ് റഹ്മാൻ, PA മുഹമ്മദ് സഗീർ, PK മുഹമ്മദ്, ബഷീർ കൊണ്ടാമ്പുള്ളി, KK കുഞ്ഞുമൊയ്തീൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സാബിക് ബഷീർ, അഡ്വക്കേറ്റ് ഗിൽഷ പ്രശാന്ത്, സുനിയാസ് യു ബസാർ എന്നിവർ നേതൃത്വം നൽകി.